ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സക്സസേഴ്സിൽ വരുന്നതിൽ ഞാൻ പറഞ്ഞത് ഫാമിലി അല്ല, അല്ലാതെ പൊളിറ്റിക്കൽ സക്സസറായിട്ട് വരുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ്, ഏത് ക്യാമ്പാണ്, അതേപോലെ ഓരോ ആൾക്കാർക്കുണ്ട്. ഇന്ന് കെ സി പക്ഷം എന്ന് പറയുന്നത് അവരുടെ ഗോഡ് ഫാദർ കെ സിയാണ്. കെ സി അത് സമ്മതിക്കത്തില്ല, അവരും സമ്മതിക്കത്തില്ല. കെ സി പക്ഷമൊന്നും ഇല്ല എന്ന് കെ സി പറയുകയും ചെയ്യും. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ, അങ്ങനെ ഒരു ആൾക്കാരെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദറായിട്ട് വരുന്നു. പല ആൾക്കാരും അതിൽ ഗോഡ് ഫാദറിനെ സ്വിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. നേരത്തെ ഒരു ഗോഡ് ഫാദറാണ്, ഇപ്പോൾ വേറൊരു ഗോഡ് ഫാദറാണ്, അങ്ങനെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സസ്റ്റനൻസിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ രീതിയിലത്തേക്കുള്ള സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ ഗോഡ് ഫാദർ രീതിയിലത്തേക്ക്. പിന്നെ ഈ ഡൈനസ്റ്റി ഓഫ് കോഴ്സ് അത് അവരുടെ ഒരു വലിയ പവറാണ്. അബ്സല്യൂട്ട്ലി. കാരണം മറ്റ് യാതൊരു വിധത്തിലുള്ള ക്രെഡൻഷ്യലും ഇല്ലാതെ ഒരാളിനെ തെരഞ്ഞെടുപ്പിൽ വന്ന് നിന്ന് മത്സരിച്ച് ജയിക്കുക എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ തേജസ്വി യാദവിനെ നോക്കും. തേജസ്വി യാദവ് അവിടെ എന്തിൻ്റെ പേരിലാണ്, പുള്ളി ക്രിക്കറ്റ് പ്ലെയറോ അങ്ങനെ എന്തോ ആയിരുന്നു ആദ്യം. അപ്പോൾ എന്ത് പൊളിറ്റിക്കൽ ലെഗസി അവകാശപ്പെട്ടിട്ടാണ് വരിക? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പാർട്ടിയിൽ വരുന്ന സമയത്ത് തന്നെ എനിക്കൊന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടോ അങ്ങനത്തെ എന്തോ ഒരു ഹൈ പൊസിഷനിലാണ് വരുന്നത്. നിങ്ങൾ എത്ര ആൾക്കാർക്ക് ആ ഒരു പൊസിഷൻ പാർട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓഫർ ചെയ്യും? ആർക്കും കിട്ടുന്നു? ആർക്കും കിട്ടില്ല.